തെറ്റിയതാ. അബദ്ധം പറ്റിയൊന്നും മണ്ണിനകത്ത് കയറി ലാസ്റ്റ് പിന്നെ എയർ അഴിച്ചു വിടാതെ കയറിപ്പോ നോക്കിയിട്ട് നടന്നില്ല. അങ്ങനെ പെട്ട് എന്തായാലും ഭാഗ്യം എവിടെയോ ചെന്നെത്തിയിട്ടുണ്ട്. നമ്മൾ വന്നെത്തി. ആനവണ്ടിയിൽ വരാൻ വന്നത്. അപ്പൊ നമ്മളിപ്പോ ആനവണ്ടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. പോകാനുള്ള ശ്രമത്തിലാണ്. വഴി ചെറുതായിട്ടൊന്ന് തെറ്റി. അത് കാരണം നമ്മൾ വേറൊരു വഴി പിടിക്കാൻ നോക്കി. അവസാനം ഫോർ വീലും കുടുങ്ങിയനായിരുന്നു. വേറെ അഴിച്ചു വിട്ടോണ്ട് താ പോകുന്നു. വണ്ടിയുടെ അഴിച്ചു വിട്ടു. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു 5 മിനിറ്റാണ് കാണിക്കുന്നത്. ലൊക്കേഷൻ വന്നിട്ട് റാസൽ കൈമയിലാണ്. നോക്കാം, പോകുന്ന വഴി വിശേഷങ്ങൾ കാണിച്ചു തരാം. ഒരു വഴിയുള്ളതാണ് ഇങ്ങോട്ട്. ഇപ്പൊ ഏതൊക്കെ വഴി പോകണമെന്ന് അറിയില്ല. വഴിയാന്ന് തോന്നുന്നല്ലോ. എന്തായാലും നമുക്ക് ഇതുവഴി കയറാം. ഇവിടെ ഷോർട്ട് കട്ട് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ആ റൂട്ടാന്ന് തോന്നുന്നു. അതായിരിക്കും കയറേണ്ടത്. അതില്ല ഞാൻ പറഞ്ഞ വഴി. അവിടാണ് തെറ്റിയത്. ആ വഴി പോകേണ്ടതായിരുന്നു. അവിടാണ് തെറ്റിപ്പോയത്. ഇപ്പം തിരിച്ചു വന്നു. ഇനിയിപ്പോൾ 1 മിനിറ്റ് ഉണ്ട് എത്തും. കണ്ട, നേരത്തെ അവിടെ വഴി തെറ്റി 10 മിനിറ്റ് ആയിരുന്നു. അവിടുന്ന് കയറണ്ടായിരുന്നു. ഇത് നമ്മൾ 1 മിനിറ്റിലെത്തും. ഇവിടെ 2 കള്ള് ഷോപ്പുണ്ട്. ഒരെണ്ണം കാന്താരി. ഇവിടുന്ന് പോകുന്നതായിരിക്കും. ഇൻഡസ്ട്രിയൽ ഏരിയ. അതാണ് ഇത്രയും വണ്ടികൾ. ഇതാണോ? അല്ല, അല്ലെങ്കിൽ പുതിയതായത് ഇതാണോ? ഇതാണോ അതിൻ്റെ റെഡ് ചില്ലീസ് എഴുതിയേക്കുന്നേക്കാം. പോയി റെഡ് ചില്ലീസ് റെസ്റ്റോറൻറ്റ്, അല്ലെങ്കിൽ ആനവണ്ടി എന്ന് വിളിക്കും. ചെന്നിട്ട് നോക്കാം എന്തൊക്കെ കിട്ടുമെന്ന്. അതാണ് ആനവണ്ടി. ഇതാണ് നമ്മുടെ ആനവണ്ടി. അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കാം എന്തൊക്കെ കിട്ടും എന്തൊക്കെ. ഇപ്പം സമയം 11:30 ഇനി വല്ലതും കിട്ടുമെന്ന് തന്നെ അറിയില്ല. 11:30 കിട്ടുമെന്ന് നമുക്ക് കയറിയിട്ട് നോക്കാം. പക്ഷെ ഇവിടെ 1 മണിക്കേ ക്ലോസ് ചെയ്യത്തുള്ളൂ. 1 മണി വരെ ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കി അകത്ത് തന്നെ കേട്ടോ. ഇതാണ് ഡ്രൈവർ ഉറങ്ങിപ്പോയി. എവിടെ അല്ലേ കാണിച്ചത്? കണ്ടില്ല ഇരിക്കുന്ന. അത് DJ ഏരിയ ഉണ്ടോ? അത് DJ ഏരിയ ഉണ്ടോ? ആളുറങ്ങിപ്പോയി. എല്ലാവരും ഉണ്ടോ? നമുക്ക് പാർസൽ വന്നില്ലോ. പാർസൽ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. 2 നാളായി. ഈ മഗ് കിട്ടുമോ? മഗിനൊരു 30 ദിർഹംസ് എങ്ങനെ. ഇത്ര ഇരിപ്പുണ്ടോ? ഞാൻ വിചാരിച്ചൊരു കപ്പയെ കാണുള്ളൂ. ഒരു കുറവാണത്.
നല്ലല്ലേ? ഇഷ്ടമായി? ആ മണം എനിക്കിഷ്ടമായി. ഇത് വെച്ച് അപ്പം ഉണ്ടാക്കണം. ഇത് വെച്ച് അപ്പം ഉണ്ടാക്കണം. കള്ളപ്പം. അത്രയും പ്രതീക്ഷിച്ചില്ല. ഫിഷ് തവ ഫ്രൈ. How's it? How's it? നമ്മുടെ ഐറ്റംസ് ഒക്കെ വന്നു. നമ്മുടെ പാൽക്കപ്പ വന്നിട്ടുണ്ട്, മട്ടൻ കറി, എത്രയാണ് ഓർഡർ ചെയ്തത്? ഇത്രയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് കാണാം. ടേസ്റ്റ് ചെയ്യും. ഫസ്റ്റ് കള്ളപ്പം തവ പൊടിച്ച് ഫിഷ് തവ സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊരു മസ്റ്റ് ട്രൈ ആണ്. മട്ടൻ ഒരു ഏരിയ ഒന്നുമില്ല. കാണുമ്പോൾ നല്ല എരി തോന്നുന്നു. ടേസ്റ്റ് എങ്ങനെയുണ്ട്? ഏതോ ഒരു മസാല ഇച്ചിരി പൊങ്ങിക്കുന്നുണ്ട്. കഴിച്ചു നോക്കട്ടെ. പാൽക്കപ്പ, പാൽക്കപ്പയുടെ ടേസ്റ്റ് പറയും. മീനും വെച്ചു. നാളെ ജിമ്മിൽ പോവല്ലേ, എന്നോടെ കഴിക്കാൻ തുടങ്ങി. അതുകൊണ്ട് മാക്സിമം കഴിച്ചു. നാളെ തൊട്ട് ഡയറ്റാണ്. നാളെ തൊട്ടല്ല, മറ്റന്നാൾ തൊട്ട് ഡയറ്റാണ്. സോ ജിമ്മിലൊക്കെ പോവുക. അതുകൊണ്ട് എന്നോടെ കഴിക്കാൻ പറ്റത്തുള്ളൂ. സോ സാഡ്. ഇന്ന് കഴിക്കും. ജിമ്മിന് പോകുന്നു. നാളെ നാളെ പോകത്തില്ല. അതുകൊണ്ട് അങ്ങ് സെറ്റാവത് ചോദിച്ചു.
ലാസ്റ്റ് തടികളെ കയറ്റിട്ട് വേണം. എന്നാലല്ലേ ഒരു ചൂടെ തടി കയറുമ്പോഴല്ലേ. എന്താ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആവും. ഒരു വയറൊക്കെ ഫുള്ളായി. ബാക്കിയെല്ലാം നമ്മൾ പാക്ക് ചെയ്യുകയാണ്. ഇതൊക്കെ നമ്മൾ പാക്ക് ചെയ്യാം. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. വില മാത്രം ഹെവി ആയിരിക്കും, അറിയത്തില്ല. വില വരുമ്പം ബാക്കി കാണിച്ചു തരാം. ഇതങ്ങോട്ട് കള്ളുകടയിലാണോ?